എൻ്റെ പേര് മജീഷ്. ഞാൻ ഇരിങ്ങാലക്കുട രൂപത ആളൂർ ഇടവകാംഗമാണ്. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. തൃശ്ശൂർ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് അനു. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 5 മക്കളാണ്. ആദ്യത്തെ കുട്ടി ജെസ്സെ, രണ്ടാമത്തത് ജസീക്ക, മൂന്നാമത്തത് ജിയന്ന. 4ാമത്തെ കുട്ടിയുടെ പേര് ജൂഡിത്ത്. ഏറ്റവും താഴെയുള്ള കുട്ടിയുടെ പേര് ജെനി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോ ലൈഫ് മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇൻസ്പിറേഷനായിരുന്നു ഒരു ബിഗ് ഫാമിലി വേണമെന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കുട്ടിയായപ്പോൾ അതൊരു എളുപ്പമുള്ളൊരു ജോബല്ല എന്ന് മനസ്സിലായി. പക്ഷേ ജീസസ് യൂത്ത് ആക്ടിവിറ്റിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ഫാമിലീസിനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ അവരൊരു ഇൻസ്പിറേഷനായിരുന്നു ഇതുപോലെ ഒരു ബിഗ് ഫാമിലി ബിൽഡപ്പ് ചെയ്യാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയുടെ ഒരു കരുണയാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതം തന്നെ പഴയ തലമുറയുടെ ഒരു കരുണയാണ്. ആ ഒരു കരുണ അടുത്തൊരു തലമുറയിലേക്ക് പ്രദാനം ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വലിയ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ദൈവാശ്രയത്വ ബോധമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും പാരൻസിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഏത് സമയത്തും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും. അത് ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആയതുകൊണ്ട് എല്ലാം ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ ഉള്ള ഒരു പോംവഴി. അപ്പോൾ അതിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ അത് മനോഹരമായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ഓരോ മക്കൾ വരുമ്പോഴും അവരെ നോക്കാനുള്ളൊരു കഴിവോ യോഗ്യതയൊന്നും എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വലായിട്ടാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരു സൈക്കോളജിക്കലി അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷേ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ അടുത്ത കുഞ്ഞ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കുഞ്ഞാകുമ്പോൾ ഞങ്ങൾ സമ്പത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പിള്ളേരെ എങ്ങനെ നോക്കാം എന്നുള്ളതിനെ പറ്റിയൊന്നും ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. അത് ഒരു പക്ഷേ എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ഒരു ദൈവാശ്രയബോധമായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ കാരണം. എന്താണെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് പറയാനേ എനിക്ക് കഴിയുള്ളൂ. പിന്നെ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ തന്നെ ആ ഒരു സ്നേഹത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഭംഗിയും ചാതുര്യവും എല്ലാ ആത്മീയതയും ഒക്കെ നിറഞ്ഞ ആളുകളായിട്ട് വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും ഓരോ കുട്ടികൾ ജനിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഇൻകം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല സമയത്തും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം വരുമ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണ് ചിന്തിക്കാറ്. കാരണം ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം വരുന്നത്. അപ്പോൾ എൻ്റെ അവസാനത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് അങ്ങനെ ഒരു ഇൻകം കൂടിയുള്ള കുറച്ചൊന്ന് ടൈറ്റായ ഒരു സമയമായിരുന്നു. എനിക്ക് ജോലിയില്ല, ആൾക്ക് ജോലിയുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിച്ചു എന്നുള്ളതാണ്. അഞ്ച് പിള്ളേർ 5 വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, അവർക്ക്
വളരെ ബോണ്ടിങ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ അവർക്കത് വല്ലാത്ത സഫറിങ് ആണ്, ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു സ്നേഹവും ഒരു എന്താ പറയുക ഒത്തൊരുമയൊക്കെ വളരെയധികം ഞങ്ങളെ തന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് ഈ പ്രായത്തിൽ തന്നെ. മൂത്ത മകനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒത്തിരി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഒത്തിരി കാര്യങ്ങളെ വേറൊരു ആംഗിളിൽ കൂടെ കാണുന്ന ഒരു ക്യാരക്ടറാണ് ജെസൈ. അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളും പഠനമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ മകൾ എന്ന് പറയുന്നത് ജെസീക്ക. അവള് മൂത്ത മകളാണ്. മൂത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കൊടുത്തൊരു കുട്ടിയാണ്. അവള് താഴെയുള്ള മക്കളൊക്കെ ഒത്തിരി നന്നായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. പിന്നെ അത് മാത്രമല്ല, ഒത്തിരി വായിക്കും. പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവള് നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിയാണ്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. മൂന്നാമത്തെ മകളാണെങ്കിൽ ജിയന്ന. അവളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവള് ഒത്തിരി ഈശോയായിട്ട് ഒത്തിരി ബോണ്ടിങ് ഉള്ള കൂട്ടത്തിലാണ്. ഈശോയുടെ അടുത്ത് ലെറ്ററുകൾ എഴുതിയിട്ട് സംസാരിക്കും അവള്. അപ്പോൾ അവൾക്ക് ഒത്തിരി കഴിവുള്ള കുട്ടിയാണ്. അവൾ ഒത്തിരി കുക്ക് ചെയ്യും. പിന്നെ അവൾക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെ അവൾ തന്നെ ഇരുന്ന് ചെയ്യുന്നത് കാണാം. എപ്പോൾ മൊബൈൽ കിട്ടിയാലും അവൾ വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 4ാമത്തെ മകളാണെങ്കിൽ ജൂഡിത്ത്. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവൾ എന്തായാലും എപ്പോഴും ഈശോയായിട്ട് ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഭയങ്കര കരുണയാണ്. പിന്നെ താഴെയുള്ള കുട്ടി എന്ന് പറഞ്ഞത് ശരിക്കും അവളൊരു നല്ല വികൃതിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അവളാണ് ഈ വീടൊന്ന് ലൈവ് ആക്കുന്നത്. കുടുംബ പ്രാർത്ഥന ഇവിടെ മസ്റ്റായിട്ടും ചെയ്യാറുണ്ട്. അത് എത്ര ലേറ്റ് ആണെങ്കിലും. ചില ദിവസങ്ങളിലൊക്കെ 10:30 11 മണിക്കൊക്കെ കുടുംബ പ്രാർത്ഥന നടത്തിയ സമയങ്ങളുണ്ട്. അത് എനിക്ക് എൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫോർമേഷനാണ്. കാരണം അന്നത്തെ കാലത്ത് ലാൻഡ് ലൈൻ മാത്രമുള്ള സമയത്ത് ആരാണ് വിളിച്ചതെന്ന് പോലും അറിയാത്തൊരു കാലത്ത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഫോൺ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അതുപോലെ തന്നെ മതബോധനം ഞാൻ PTA ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 പേര് ഞങ്ങളുടെ ഇവിടുന്ന് കാറ്റീസം പഠിക്കുന്നുണ്ട്. കാറ്റീസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്കൂളിനേക്കാളും കൂടുതലായിട്ട് ഞാൻ പറയും കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് കാറ്റീസം. കാരണം അത്രയധികം പഠിക്കാനുണ്ട് ഈശോയെ പറ്റിയും ബൈബിളിനെ പറ്റിയും ദൈവത്തെ പറ്റിയൊക്കെ. അത് എഡ്യൂക്കേഷനായിട്ട് വേറെ എവിടെയും കൊടുക്കുന്നില്ല. അതൊരു മതബോധന സ്ഥലത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ഇവരുടെ കാറ്റീസം ക്ലാസ് കട്ട് ചെയ്യാതെ നോക്കാറുണ്ട്. ഒരിക്കലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ കാറ്റീസം കഴിഞ്ഞിട്ടേ നമ്മൾ ഫംഗ്ഷൻസ് പ്ലാൻ ചെയ്യുള്ളൂ. എന്തെങ്കിലും യാത്രകളോ മീറ്റിങ്സുകളോ ഉള്ളപ്പോൾ പോലും അത് മാക്സിമം അത് കട്ട് ചെയ്യാതെ ശ്രമിക്കാറുണ്ട്. രാവിലെ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെയാണ് കാറ്റീസം ആരംഭിക്കുന്നത്, 7:45. ഞങ്ങളവരെ അവിടെ കൊണ്ടുവന്നാക്കും. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഇളയ കുഞ്ഞുമായിട്ട് ഞങ്ങൾ പോയി കുർബാന അറ്റൻഡ് ചെയ്തിട്ട് അവരുമായിട്ട് ഒരുമിച്ചാണ് പോരുക. വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്താണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അനുവാണ് അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കാനും അക്കാഡമിക്കലി എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് അനുവാണ്. (2008) വിവാഹം. ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ഒരു പർപ്പിൾ കളറുള്ളൊരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. എൻ്റെ മാതാപിതാക്കളുണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് രാജനുണ്ടായിരുന്നു, അനുവിൻ്റെ വീട്ടിൽ അനുവിൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, അനുവിൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ ആങ്ങള ഉണ്ടായിരുന്നു.
ധ്യാനം കഴിഞ്ഞിട്ട് എന്തോ ആയിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് തന്നെ കൈ ജസ്റ്റ് ഉയർത്തിയിട്ട് ഞാനാണ് പെണ്ണ് കാണാൻ വന്ന വ്യക്തി എന്ന് പറഞ്ഞ് ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്നുണ്ട്. അനു മോഡസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഒരു ഫാമിലീനെ മാനേജ് ചെയ്യാനായിട്ട് അനുവിൻ്റെ അത്ര കപ്പാസിറ്റി ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മജീഷനെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ ഫീൽ ചെയ്യാറ്. കുട്ടികളുടെ കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് അനുവിനുണ്ട്. പിന്നെ ആളൊത്തിരി കെയറിങ് ആണ്. ഇമോഷണലി എന്നെ എപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ആൾ തന്നെയാണ്. ഞാൻ എപ്പോഴും ഡൗൺ ആയാലും ആളെടുത്ത് പോയി ഒന്ന് സംസാരിച്ച് ആളൊന്ന് എന്നെ ഒന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. ഞാൻ കുറച്ച് ഈഗോയിസ്റ്റിക്കാണ്. അനുവാണ് പെട്ടെന്ന് അത് മാനേജ് ചെയ്യാനും കണക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാറുള്ളത് അനുവാണ്. വെച്ചാൽ നമ്മൾ എത്ര അധികം ദൈവത്തോട് അറ്റാച്ച്ഡ് ആണോ കുടുംബജീവിതം സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ദൈവമായിട്ട് എന്നും ഒന്ന് പുറകിലോട്ട് പോയോ ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ കുർബാന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാന സ്വീകരിക്കുന്നതിൽ വഴക്കുണ്ടാകാൻ പാടില്ല. വഴക്കുണ്ടായാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുർബാന സ്വീകരിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പാപ്പൻ്റെ അടുത്ത് പോകണം, മാമയുടെ അടുത്ത് പോകണം, അവിടെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമുക്കത് മനസ്സിലാവും എത്രത്തോളം അവരത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ മക്കളെ കുറച്ച് സ്നേഹത്തോടെ കരുതുന്നത് അവർ തന്നെയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് വെച്ചൊക്കെ ദേഷ്യപ്പെടുകയും അവരോടൊക്കെ പെട്ടെന്നൊക്കെ ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല ഗ്രാൻഡ് പാരൻസ്. സത്യത്തിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ളവർ മാതാപിതാക്കളല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാൻഡ് പാരൻസാണ് അതിന് കഴിവുള്ളവർ. കാരണം അവരും ഗ്രാൻഡ് പാരൻസും നമ്മുടെ കുഞ്ഞുങ്ങളും ഒരേ മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഒരു കൂട്ടുകുടുംബത്തിൽ ആയിരിക്കുമ്പോൾ അത് കൂടുതൽ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡിനും യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയിട്ടുണ്ട്. ഈ 5 മക്കൾ ഉണ്ടായ സമയങ്ങളിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു പേഴ്സണൽ ടൈം കണ്ടെത്താറുണ്ട്. യാത്രയാണെന്ന് തോന്നുന്നു സത്യത്തിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും ആസ്വദിക്കുകയും അതുപോലെ തന്നെ ഭാവിയിൽ അവർ ഓർത്തു വയ്ക്കുകയും ചെയ്യുന്നൊരു കാര്യം യാത്രയിലായിരിക്കും. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ടൈം കിട്ടുന്നത് യാത്രയിലാണ്. കാരണം യാത്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മക്കളായിട്ട് അടുത്തിരിക്കാൻ പറ്റും, അവരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റും, പുതിയ കാഴ്ചകൾ കാണുമ്പോൾ ഒത്തിരി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ സ്നേഹബന്ധം കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ വിദേശത്തടക്കം യാത്ര ചെയ്തിട്ടുണ്ട്, ടൂറായിട്ടും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ വേളാങ്കണ്ണി പോലെയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക തീർത്ഥാടനങ്ങളായിട്ടും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് ഈശോ ഒരു അപ്പനാണ് ശരിക്കും പറഞ്ഞാൽ. ചില സമയത്ത് അപ്പനായിരിക്കും, ചില സമയത്ത് എൻ്റെ ഒരു ചേട്ടനായിരിക്കും, ചില സമയത്ത് ഞാനൊരു ലവറായിട്ട് എന്നെ കരുതാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കെട്ടിയതിനേക്കാളും എനിക്ക് സ്നേഹം ഈശോയുടെ തന്നെയാണ്. ഈശോയായിട്ട് സ്നേഹം കൂടുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സ്നേഹിക്കാനായിട്ട് പറ്റാറുണ്ട്. എപ്പോഴും ഈശോയുടെ ഉറങ്ങുന്ന സമയത്ത് ഒരു ഉമ്മ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ്. ഈശോ നല്ലൊരു അപ്പനാന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ചും കൂടി എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി ഹൃദയബന്ധിയായിട്ട് എനിക്കതിനെ കാണാനായിട്ട് കഴിയും. വ്യക്തിപരമായിട്ട് ഞാൻ ജപമാല ചെല്ലുകയും യാത്രകളിലായിരിക്കും ജപമാല ചെല്ലുക, അതുപോലുള്ള പിന്നെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ കുർബാനയാണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാറുള്ളത്. ജീസസ് യൂത്തായിട്ട് മൂവ്മെൻ്റായിട്ട് കുറച്ചധികം മുന്നോട്ട് പോകുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊത്തിരി ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടായിരിക്കും, മീറ്റിങ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിന് മനഃപൂർവ്വം തന്നെ ടൈം കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഒരു സമയം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റിൻ്റെ ഉത്തരവാദിത്വം ആ 3 വർഷത്തിന് ശേഷം മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ മാറ്റി സ്വിച്ച് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പേഷ്യൻസിനടുത്ത് കുറച്ചുകൂടി കരുണയിൽ പ്രവർത്തിക്കാറുണ്ട്. അവരെടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, മോള് കരിസ്മാറ്റിക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഫ്രണ്ട്സ് ചോദിക്കും, നന്നായി പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്ന് നമ്മോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ബോധപൂർവം അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട്. ജീസസ് യൂത്തിലൂടെ ഒരാൾക്ക് ഒരു സമഗ്രമായ വളർച്ച കൈവരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബമായിക്കോട്ടെ, ഇത്രയും കാലഘട്ടത്തിനിടയിൽ സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ളൊരു
വളർച്ചയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ജീസസ് പ്രസ്ഥാനത്തിന് ഇന്ന് കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവും ഭാര്യയായിട്ടുള്ള ഒരു ബോണ്ടിങ് അത് സ്ട്രോങ് അല്ലെങ്കിൽ മക്കള് ഒരിക്കലും നേരെയായിട്ട് നടക്കില്ല. മക്കൾ നേരെയായി നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രയും സ്നേഹബന്ധത്തിലായിരിക്കണം. കപ്പിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന അപ്പം തന്നെ എല്ലാ വിശേഷങ്ങളും പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഓഫീസിലുള്ളതും അന്ന് യാത്ര ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയാനായിട്ട് അനു വളരെ എക്സൈറ്റഡ് ആയിരിക്കും, കേൾക്കാൻ ഞാനും. അതിലെപ്പോൾ വിമുഖത വരുന്നോ അല്ലെങ്കിൽ എവിടെ ഒരു പാളിച്ച വരുന്നോ ഉറപ്പായിട്ടും മക്കൾ വഴിതെറ്റും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാറ്. മക്കളെക്കാൾ അധികമായിട്ട് നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കണം. കപ്പിൾ ടൈം നമുക്ക് എത്ര കുറഞ്ഞു പോകുന്നോ അത്രയധികം നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു ഋതം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മക്കളെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം അവരുടെ പ്രായത്തിൽ അവർക്ക് ശരി എന്താ തെറ്റെന്താന്നുള്ള അറിയാനുള്ളൊരു അവസ്ഥയൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനും അവരെ പഠിപ്പിക്കണം. ഓരോ പ്രായം അനുസരിച്ചാണ് തോന്നുന്നു നമ്മൾ ശിക്ഷേനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. വളരെ കൊച്ചുകുട്ടിയെ നമ്മളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം, കൂടി വന്നാൽ നമുക്കൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാം. അതേസമയം കൂടുതൽ മുതിർന്ന് വരുന്നതോടുകൂടി തീർച്ചയായും ശിക്ഷിക്കേണ്ട തെറ്റുകളാണെങ്കിൽ നമ്മൾ ശിക്ഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശിക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്നേഹം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി മനോഹരമായിരിക്കും. ദശാംശം എന്നുള്ളത് ഇതുവരെ കൃത്യമായി നീക്കി വെച്ചൊരു അങ്ങനെ പോകുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ആവശ്യത്തിന് നമ്മൾ കൊടുക്കാറും അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾ റൈസ് ചെയ്യണതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. നമ്മൾ ഓരോ ഡെലിവറിക്കും നമുക്ക് ഒത്തിരി ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതൽ പ്രസവിക്കുന്ന ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറവാണ്. കൂടുതൽ പ്രസവിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മെൻസ്ട്രേഷൻ നിൽക്കുന്നു എന്നുള്ളത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഹോർമോണൽ ചേഞ്ചസ് എപ്പോഴും ഭയങ്കര നല്ലൊരു കാര്യമാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫ്രഷ് ആവാണ് ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മയാണ്. അപ്പോൾ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന സ്നേഹം നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. ശരിക്കും ഒത്തിരി ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ശരിക്കും സന്തോഷം നൽകുന്ന ഹോർമോൺസാണ്. അപ്പോൾ ഈ കുഞ്ഞായിട്ടുള്ള ബോണ്ടിങ് വരുമ്പോൾ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് മോർ ഡെലിവറി എപ്പോഴും ഹെൽത്ത് വൈസ് എപ്പോഴും നല്ലതായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഭാര്യയും ഭർത്താവും ട്രൈ ചെയ്യേണ്ടത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതിന് നോ പറയുകയോ അത് ഡിലേ ചെയ്യുകയോ ചെയ്യരുത്. ഫസ്റ്റ് പ്രഗ്നൻസി എത്രയും പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഡെലിവറികൾ വളരെ സ്മൂത്തായിട്ട് നടക്കും. വിവാഹ ജീവിതം മറ്റുള്ള എന്ത് കാര്യം പോലെ കൃപയിലേക്കുള്ളൊരു വിളി തന്നെയാണ്. പിന്നെ വിവാഹം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സമയത്ത് നടന്നു. വിവാഹ വിളി എന്ന് പറയുന്നത് അതിലൂടെ ഒരിക്കലും നോ പറയരുത്. അങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വൈകിക്കരുത്. കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് വിവാഹം കഴിക്കുക എന്നുള്ളൊരു ചിന്താഗതിയോട് എനിക്ക് എതിർപ്പാണുള്ളത്. കാരണം എൻ്റെ ലൈഫിലൊക്കെ ആണെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലിയിലേക്ക് കയറി ഏറ്റവും നല്ല വിവാഹം കഴിച്ചത്. ജോലി ഉണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു സമയമായി, പഠനം കഴിഞ്ഞപ്പോൾ സമയമായി എന്ന് തോന്നി. ഒത്തിരി പ്രാർത്ഥനകളിലൊക്കെ ഒരുങ്ങി അങ്ങനെയാണ് വിവാഹത്തിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഘടകങ്ങൾ നമ്മൾ ആശ്രയിക്കരുത്. ദൈവം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ സമയം എൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ തമ്പുരാനോട് യെസ് പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും. തലേദിവസം തന്നെ ഹസ്ബൻഡ് ഇതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഒന്ന് കറിയാക്കിയാൽ മതി. അത് കഴിഞ്ഞ് പിള്ളേരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് രാവിലെ പള്ളിയിൽ പോകും. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് പോകേണ്ട സമയവും. അപ്പോഴേക്കും എൻ്റെ ഫുഡൊക്കെ ചിലപ്പോൾ എടുത്തു വെച്ചിരുന്ന മൂത്ത മകളൊക്കെ ആയിരിക്കും. എൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്തിരുന്ന അവർ തന്നെയായിരിക്കും. പിന്നെ ഈ മക്കളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ച് വിടാനൊന്നും എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് അവർ തന്നെ പരസ്പരം അവരുടെ ഡ്രസ്സുകൾ അവർ തന്നെ ഇട്ട് മുടിയൊക്കെ ചേച്ചി വനിത്തിയൊക്കെ കെട്ടി കൊടുത്ത് അവരെ തന്നെ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. പിന്നെ തിരിച്ചു വരുമ്പോഴും ഞങ്ങളുണ്ടാവില്ല റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ
മക്കൾ തന്നെയാണ് ഉണ്ടാവുക. ഹസ്ബൻഡ് കുറച്ച് ലേറ്റായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പണികൾ ബാക്കി വെച്ചതെല്ലാം ആള് അവസാനിപ്പിച്ചിട്ടാണ് ആള് ജോലിക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ശരിക്കും അവർ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും തമ്പുരാൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ കൊടുക്കുക ചെയ്യാറ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ അവർ തന്നെ കഴിച്ചോളും. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും പിന്നെ ഈവനിങ്ങിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഫുഡും കാര്യങ്ങളൊക്കെ. അതെല്ലാം പ്രിപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഒരുമിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കാറ്. കാരണം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എല്ലാം കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പ്രാർത്ഥന എത്തിച്ച് പിന്നെയാണ് ഉറങ്ങാൻ പോകുന്നത്. ഉറങ്ങാൻ മാക്സിമം ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ആ ഉറങ്ങുന്ന ഒരു സമയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇവരുടെ തല്ലുപിടുത്തം ഉണ്ടാകും, പക്ഷെ തല്ലുപിടുത്തം കഴിഞ്ഞ് ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഉറങ്ങുന്ന ഒരു മൊമെന്റിൽ ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ സംസാരം ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ കൂടെ കിടന്ന് ആ സംസാരം കേൾക്കാറുണ്ട് പല സമയത്തും. എല്ലായ്പ്പോഴും പറ്റുന്നില്ല, കാരണം ചെറിയ കുട്ടിയെ സെപ്പറേറ്റ് ഉറക്കണം എന്നുള്ളത് കൊണ്ട് പറ്റാറില്ല. പക്ഷെ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. കാരണം അവരുടെ ഒരു സംസാരം, അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നതാണ്. സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് ആകെ ഉള്ളത് വാട്സപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ബാക്കിയുള്ള ഫേസ്ബുക്ക് അല്ലെങ്കിൽ എക്സ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. അത് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. പക്ഷേ അതെങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടതും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതും തോന്നുന്നു. അപ്പോൾ അതിനൊരു മാതൃക നമ്മളായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ ആ രീതിയിലേക്ക് മോൾഡഡ് ആവാനാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. മൊബൈൽ ഞങ്ങൾ ലോക്ക്ഡാണ്. അപ്പോൾ അവർക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് അവർക്ക് പാസ്വേഡൊന്നും അറിയില്ല. അതുകൊണ്ട് അധികം നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് മൊബൈൽ കിട്ടുള്ളൂ. മൊബൈൽ അവർ യൂസ് ചെയ്യുന്നത് അവരുടെ പഠനാവശ്യങ്ങൾക്കായിരിക്കും യൂസ് ചെയ്യുന്നത്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കാനായിരിക്കാം. അത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഓവർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരുത്താറുണ്ട്. ഒരിക്കലും അങ്ങനത്തെ നെഗറ്റീവ് സാധനങ്ങളിലേക്കൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ വലിയൊരു നിയന്ത്രണം ഞങ്ങളിതിൽ വെക്കാറില്ല. കാരണം പലരും പല രീതിയിലാണല്ലോ. ചിലർക്ക് നിയന്ത്രിക്കാതെ തന്നെ അവർ സ്വയം നിയന്ത്രിക്കാറുണ്ട്. എന്നാൽ ചിലർ കുറച്ചും കൂടി കൂടുതൽ അതിലായിട്ട് ഇൻവോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവിക പ്രക്രിയയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതിൻ്റെ നമ്മളെന്തെങ്കിലും ഇടപെടേണ്ട ഒരു സമയം വരുമ്പോൾ കൃത്യമായി നമുക്ക് ഇടപെടാം എന്നുള്ള ഒരു ധാരണ തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഉള്ളത്. അപ്പോൾ നമ്മളില്ലാത്ത സമയങ്ങളിൽ പാരൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും അവരുടെ മൊബൈൽ യൂസ് ചെയ്യും. മൊബൈൽ മിക്കവാറും ഉപയോഗിക്കുന്ന അവരുടെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില ആർട്സ് ആയിരിക്കും, ചില ഒരു ഡാൻസ് കാണാനായിരിക്കും. മൂത്ത മകനാണെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യങ്ങളായിരിക്കും കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കാണുന്നത്. അതിൽ നിന്ന് ഒത്തിരി പോസിറ്റീവ്സും നെഗറ്റീവ്സും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അവർ തന്നെ അറിയുന്നില്ല അവരുടെ സമയം എന്നുള്ളത് പ്രശ്നമാണ്. കാരണം നമ്മളും അവർക്കൊരു മാതൃകയാകണമല്ലോ. അത് പലപ്പോഴും നമുക്കും സാധിക്കാൻ പറ്റാറില്ല. ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ധ്യാനത്തിന് പോകാറുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങൾ പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജീസ് യൂത്ത് മൂവ്മെൻ്റായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ധ്യാനങ്ങളും അതുപോലെ തന്നെ പല ആരാധനകളും എല്ലാം നമുക്ക് ലഭിക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള മേഖലകളിൽ ഉദാഹരണമായിട്ട് മിഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അതെല്ലാം തന്നെ കുട്ടികളെ ഞങ്ങളെക്കാൾ ഉപരി തന്നെ കുട്ടികളെ മോൾഡ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ കേട്ടതോ അല്ലെങ്കിൽ വായിച്ച് പഠിച്ചതോ അല്ല, മിഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. അവിടെയാണ് സത്യത്തിൽ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുക. ഞങ്ങൾ ജീസസ് യൂത്തിൽ കുറച്ചും കൂടി ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അതിനൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഒത്തിരി എക്സ്പോഷർ കിട്ടുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. എപ്പോഴും എനിക്ക് ഇങ്ങനെ മക്കൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു സംഭവം എപ്പോഴും നടക്കുന്ന ജീസസ് യൂത്ത് കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ, ധ്യാനങ്ങളിൽ പോകുമ്പോഴാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ധ്യാനങ്ങളിൽ പോകാറുണ്ട്. മാക്സിമം അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ എല്ലാ പ്രോഗ്രാംസുകൾ വരുമ്പോഴും അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ അതൊത്തിരി അവരെ സ്പിരിച്വലി ഗൈഡ് ചെയ്യാറുണ്ട്. മിഷൻ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ പ്രാക്ടിക്കൽ സെഷനായിട്ടാണ് നമുക്ക് തോന്നിയത്. ദൈവത്തിൻ്റെ പരിപാലന എത്ര അധികമാണെന്നുള്ളത് അനുഭവിക്കാനായിട്ട് മിഷൻ യാത്രയിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതെല്ലാം
വിട്ടുകൊടുത്തിട്ടുള്ളൊരു കളിയാണ് ഈ മിഷൻ. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ, എത്തിപ്പെടുന്ന സാഹചര്യം, നമ്മുടെ അവസ്ഥകൾ, ഇതൊന്നും തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. എത്ര സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കിട്ടിയാലും, എത്രയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ നമുക്ക് വേണ്ടി രൂപപ്പെട്ടാലും, നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്നും തന്നെ ആയിരിക്കണം എന്നില്ല. മിഷന് പോയത് തന്നെ ശരിക്കും പറഞ്ഞാൽ മക്കൾക്കൊരു മിഷൻ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവർ ഭാവിയിൽ ഒരു മിഷണറീസായി മാറട്ടെ, ഈശോയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായി മാറട്ടെ എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മിഷനിലേക്ക് ഒരു യെസ് പറയാൻ തന്നെ കാരണം ഈസ്റ്റർ കൂട്ടായ്മയിൽ ഒത്തിരി ഫാമിലി മിഷൻസ് ചെയ്തിട്ടുള്ള അവരുടെ ടെസ്റ്റിമണീസ് കേട്ടായിരുന്നു. അപ്പം മുതൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു മിഷന് പോകണം എന്നുള്ളത്. പക്ഷേ അന്ന് എനിക്ക് 5 കുട്ടികളായിരുന്നു, താഴത്തെ കുട്ടിക്ക് 1 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു യെസ് പറയാൻ ശരിക്കും പറഞ്ഞാൽ ധൈര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ എങ്ങനെ നോ പറയും? ഈശോ ഇത്രയും വലിയൊരു കാര്യം ഈശോ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് യെസ് പറയാതെ പറ്റില്ലല്ലോ. ഉദാഹരണമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ യാത്ര ചെയ്യണതിന് അന്ന് രാവിലെ ഞാൻ തലകറക്കമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു എന്താ പറയുക, ഇതിനൊരു തടയാനുള്ളൊരു മാർഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഡോക്ടേഴ്സ് എന്നെ ഉപദേശിക്കുന്നുണ്ടായി 2 ദിവസം കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. പക്ഷേ ഞങ്ങളതായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ മിഷൻ യാത്രയിൽ, ഇവിടുന്നുള്ള യാത്രയിൽ അനു തന്നെയാണ് പിള്ളേരെ നോക്കിയിരുന്നത്. പക്ഷേ അവിടെയും ഒരത്ഭുതം സംഭവിച്ചത് അനുവിന് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആ ട്രെയിനിൽ തന്നെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ചെന്നിറങ്ങിയിട്ടാണെങ്കിലും നമുക്ക് പല പ്രതികൂലങ്ങളും നമുക്കുണ്ടായി. അതെല്ലാം നമ്മൾ യെസ് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെല്ലാം മാറും. അവിടെ ചെന്നപ്പോഴും ഒത്തിരി നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മക്കൾക്ക് ചെറിയ രീതിയിൽ അസുഖങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ മരുന്നുകളൊക്കെ കൊടുക്കാതെ അങ്ങ് മാറിപ്പോകുന്നത് പോലെ തോന്നിയായിരുന്നു. മിഷൻ ഓരോ കുടുംബവും ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് ഇതിന് ശേഷം തോന്നിയത്. അതോടൊപ്പം തന്നെ എനിക്ക് മിഷനിലുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള വൈദികർ, സന്യസ്തർ, അൽമായർ, ഇവരെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വല്ലാതെ മാറിപ്പോയി. കാരണം എത്രയധികം ബുദ്ധിമുട്ടിയും എത്രയധികം കഷ്ടപ്പാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത്രയും തീക്ഷ്ണമായിട്ട് ദൈവത്തെ പ്രഘോഷിക്കാനും വിറ്റ്നസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചൊരു കാര്യമാണ്. മക്കളെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാനാണ്. ആ ഒരു ഗിഫ്റ്റിനോട് നോ പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഓരോ മക്കൾ തരുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റിനോട് കൂടി ഒത്തിരി ബ്ലെസ്സിങ്സ് കൂടി വരുമ്പോൾ അതിനൊരിക്കലും നോ പറയാൻ പാടില്ല. ഓരോ കുഞ്ഞും ഓരോ അത്ഭുതമാണ്. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ ഓരോ കുഞ്ഞിലും നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം നമ്മൾ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. സത്യത്തിൽ അവരിവിടെ ജീവിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ കൃപ നമ്മുടെ ഭവനത്തിലുണ്ടാവും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, എത്രയധികം സാധിക്കുന്നോ അത്രയും സ്വീകരിക്കുക.